എല്ലാവർക്കും ബെറ്റു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ 1 സാമുവൽ 5-ാം അധ്യായത്തിലെ 15ഓളം ചോദ്യോത്തരങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ കേട്ട് പഠിക്കുന്നതോടൊപ്പം ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുതേ. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: 1 സാമുവേൽ 5:1 പ്രകാരം ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തിയത് ആര്? ഓപ്ഷൻസ്: എ അമലേക്യർ, ബി ഫിലിസ്തീർ, സി ഇസ്രായേൽ. ഉത്തരം ബി ഫിലിസ്തീർ. 2. ഫിലിസ്തീർ കൈവശപ്പെടുത്തിയ ദൈവത്തിൻ്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? ഓപ്ഷൻസ്: എ എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്, ബി അഷ്ദോദിൽ നിന്ന് എബനേസറിലേക്ക്, സി എബനേസറിൽ നിന്ന് ഗത്തിലേക്ക്. ഉത്തരം എ എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. 3. എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയ ദൈവത്തിൻ്റെ പേടകം എവിടെ സ്ഥാപിച്ചു? ഓപ്ഷൻസ്: എ ദാഗോൻ്റെ ക്ഷേത്രത്തിനടുത്ത്, ബി ദാഗോൻ്റെ ക്ഷേത്രത്തിൽ, സി ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ഉത്തരം സി ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. 4. അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ കണ്ട കാഴ്ച എന്ത്? എ ദാഗോൻ്റെ ബിംബം പൊട്ടിയ നിലയിൽ, ബി ദാഗോൻ്റെ ബിംബം നിലത്ത് കിടക്കുന്നു, സി ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നു. ഉത്തരം സി ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നു. 5-ാമത്തെ ചോദ്യം: ദാഗോൻ്റെ ബിംബം മറിഞ്ഞു കിടക്കുന്നത് കണ്ട അഷ്ദോദിലെ ജനങ്ങൾ എന്തു ചെയ്തു? ഓപ്ഷൻസ്: എ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു, ബി അതെടുത്ത് മറ്റൊരു സ്ഥലത്ത് വെച്ചു, സി അതെടുത്തു മാറ്റി. ഉത്തരം എ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. 6-ാമത്തെ ചോദ്യം: ദാഗോൻ്റെ ബിംബത്തിൻ്റെ എന്താണ് വാതിൽപ്പടിയിൽ കിടക്കുന്നത്? ഓപ്ഷൻസ്: എ ദാഗോൻ്റെ തല, ബി ദാഗോൻ്റെ കൈകൾ, സി ദാഗോൻ്റെ തലയും കൈകളും. ഉത്തരം സി ദാഗോൻ്റെ തലയും കൈകളും. 7. ആരെല്ലാമാണ് അഷ്ദോദിലെ ദാഗോൻ്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത്? ഓപ്ഷൻസ്: എ ദാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും, ബി ദാഗോൻ്റെ പുരോഹിതന്മാർ, സി മറ്റുള്ളവർ. ഉത്തരം എ ദാഗോൻ്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും. 8. കർത്താവിൻ്റെ കരം ആർക്കെതിരെ പ്രബലമായി? ഓപ്ഷൻസ്: എ അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ, ബി അഷ്ദോദിലുള്ള പുരോഹിതന്മാർക്കെതിരെ, സി അഷ്ദോദിലുള്ള ഫിലിസ്തീർക്കെതിരെ. ഉത്തരം എ അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ. 9. കർത്താവ് കുരുക്കൾ വരുത്തി കഷ്ടപ്പെടുത്തിയത് ആരെ? എ ഫിലിസ്തീരെ, ബി ഇസ്രായേൽക്കാരെ, സി അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവരെ. ഉത്തരം സി അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവരെ. 10. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവരെ കുരുക്കൾ വരുത്തി കർത്താവ് കഷ്ടപ്പെടുത്തിയതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? എ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം ഇവിടെ ഇരിക്കട്ടെ, ബി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട, സി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം മാറ്റിക്കളയണം. ഉത്തരം ബി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട. 11. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എന്താണ് ചെയ്യേണ്ടതെന്ന് അഷ്ദോദിലെ ജനങ്ങൾ ആരോടാണ് ചോദിച്ചത്? ഓപ്ഷൻസ്: എ ഫിലിസ്ത്യ പ്രഭുക്കളോട്, ബി ഗത്തിലെ പ്രഭുക്കളോട്, സി അഷ്ദോദിലെ പ്രഭുക്കളോട്. ഉത്തരം എ ഫിലിസ്ത്യ പ്രഭുക്കളോട്. 12. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കൾ പറഞ്ഞത്? ഓപ്ഷൻസ്: എ അഷ്ദോദിലേക്ക്, ബി ഗത്തിലേക്ക്, സി നഗരത്തിലേക്ക്. ഉത്തരം ബി ഗത്തിലേക്ക്. 13-ാമത്തെ ചോദ്യം: ഗത്തിലുള്ളവർ കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടപ്പോൾ പേടകം എവിടേക്കാണ് കൊണ്ടുപോയത്? ഓപ്ഷൻസ്: എ അഷ്ദോദിലേക്ക്, ബി എക്രോണിലേക്ക്, സി ഇസ്രായേലിലേക്ക്. ഉത്തരം ബി എക്രോണിലേക്ക്. 14. പേടകം എക്രോണിലെത്തിയപ്പോൾ ആരാണ് മുറവിളി കൂട്ടിയത്? ഓപ്ഷൻസ്: എ തദ്ദേശവാസികൾ, ബി ജനങ്ങൾ, സി സ്വദേശവാസികൾ. ഉത്തരം എ തദ്ദേശവാസികൾ. 15-ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്.
ആരുടെ നിലവിളിയാണ് ആകാശത്തിലേക്ക് ഉയർന്നത്? ഓപ്ഷൻസ് എ അഷ്ദോദിലെ ജനങ്ങളുടെ, ബി എക്രോൺ നഗരവാസികളുടെ, സി ഗത്തിലെ ജനങ്ങളുടെ. ഉത്തരം ബി എക്രോൺ നഗരവാസികളുടെ. എല്ലാവരും നന്നായി പഠിച്ച് ലോഗോസ് ക്വിസിനായി ഒരുങ്ങുക. താങ്ക്